നിങ്ങൾക്കേവർക്കും കൗൺസിലിംഗ് ടോക്കിലേക്ക് സ്വാഗതം. ജീവിതത്തിൻ്റെ വളർച്ചയ്ക്ക്, ജീവിത വിജയത്തിന് പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് ചില കാര്യങ്ങളെ ത്യജിക്കേണ്ടി വരും എന്നാണ്. പെയിൻ ഇല്ലാതെ ഗെയിൻ ഇല്ല എന്ന വാക്യം ചൊല്ല് നമുക്ക് നല്ലതുപോലെ അറിയാം. ജീവിതത്തിൽ ചില നേട്ടങ്ങൾ കൊയ്യണമെങ്കിൽ, ജീവിതത്തിൽ ചില നേട്ടങ്ങൾ നിങ്ങൾക്ക് സ്വായത്തമാക്കണമെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ ചില കാര്യങ്ങളെ പാടെ ഉപേക്ഷിക്കേണ്ടി വരും, ത്യജിക്കേണ്ടി വരും. നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അത് മാറ്റേണ്ടി വരും. ഒന്നാമത് നിങ്ങൾ മാറ്റേണ്ടുന്ന കാര്യം ഉറക്കമാണ്. നമ്മൾ ഉറങ്ങാൻ ആഗ്രഹിക്കുന്നവരാണ്. എല്ലാ മനുഷ്യരും ഉറങ്ങാൻ ആഗ്രഹിക്കുന്നവരാണ്. ചൂടുള്ള കിടക്ക എന്ന പ്രയോഗം തന്നെയുണ്ട്. ഉറങ്ങാൻ നല്ല സുഖകരമായ രീതിയിൽ ഉറങ്ങാൻ എല്ലാവരും ആഗ്രഹിക്കും. പക്ഷേ ജീവിത വിജയം വേണമെങ്കിൽ ഒന്നാമത് നിങ്ങൾ ത്യജിക്കേണ്ടത് നിങ്ങളുടെ ഉറക്കമാണ്. മുഷിഞ്ഞിരുന്നും നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യുവാൻ, നിങ്ങളുടെ ജോലി ചെയ്യുവാൻ, നിങ്ങളായിരിക്കുന്ന മേഖലയിൽ പ്രവർത്തിക്കുവാൻ നിങ്ങൾ തയ്യാറായാൽ മാത്രമേ നിങ്ങൾക്ക് വിജയമുണ്ടാകൂ. രണ്ടാമത് അതിനോട് ബന്ധപ്പെട്ടതാണ് രാവിലെ എഴുന്നേൽക്കേണ്ടി വരും. ചില ആൾക്കാർ മുഷിഞ്ഞ് രാത്രിയൊക്കെ ഇരുന്ന് ജോലി ചെയ്യാൻ തയ്യാറാണ്. പക്ഷേ രാവിലെ എഴുന്നേൽക്കുന്നത് ഒരുപാട് പേർക്ക് വളരെ പ്രയാസമുള്ള കാര്യമാണ്. അങ്ങനെയും നിങ്ങളുടെ ഉറക്കത്തെ നിങ്ങൾ മാറ്റിവെക്കേണ്ടി വരും. രാവിലെ മെനക്കെട്ട് എഴുന്നേറ്റ് നിങ്ങളുടെ അധ്വാനം നിങ്ങൾ ചെയ്യേണ്ടി വരും. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് വളരാനായിട്ട് സാധിക്കുകയുള്ളൂ. ത്യജിക്കാനായിട്ട് തയ്യാറാകണം. രാവിലത്തെ ഉറക്കത്തെ ത്യജിക്കുവാനായിട്ട് തയ്യാറാകണം. അടുത്ത കാര്യമെന്ന് പറയുന്നത് എത്ര റിസ്ക് എടുത്തും പണം നിക്ഷേപിക്കുവാൻ തയ്യാറാക്കണം. പണം നിക്ഷേപിക്കുമെന്ന് പറയുമ്പോൾ ബാങ്കിൽ നിങ്ങളുടെ ഭാവിക്ക് വേണ്ടി നിക്ഷേപിക്കുന്നത് മാത്രമല്ല, നിങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടിയും നിങ്ങൾ നിക്ഷേപിക്കണം. നമ്മുടെ ജീവിതത്തിന് വളർച്ചയ്ക്ക് വേണ്ടി ആദ്യം നിക്ഷേപിക്കേണ്ടുന്നത് നമ്മളിൽ തന്നെയാണ്. നമ്മളിൽ നിക്ഷേപിക്കാതെ മറ്റുള്ള കാര്യങ്ങൾ നിക്ഷേപിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ റിസ്ക് എടുത്ത് നിക്ഷേപിക്കേണ്ടി വരും. കാരണം ഇതിന് എത്രത്തോളം ഫലം കിട്ടും എന്ന് പൂർണ്ണമായി നമുക്ക് പറയാൻ സാധിക്കുകയില്ല. അപ്പോൾ അത് ത്യജിക്കുവാനായിട്ട്, ലാഭമുണ്ടാകുമെന്ന് കരുതി തന്നെ, ജീവിതത്തിൽ വളർച്ചയുണ്ടാകുമെന്ന് കരുതി തന്നെ നമ്മിലേക്ക് നിക്ഷേപിക്കുവാൻ, ത്യജിക്കുവാനായിട്ട് നമ്മൾ തയ്യാറായിരിക്കണം. അടുത്ത പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ചില സ്വഭാവങ്ങൾ മാറ്റുവാൻ നമ്മൾ തയ്യാറാകണം. ചില സ്വഭാവങ്ങൾ ത്യജിക്കുവാൻ തയ്യാറാകണം. സ്വഭാവങ്ങളെന്ന് പറയുമ്പോൾ ചില ആൾക്കാർ വിചാരിക്കും മദ്യപാനം, അതുപോലെ പുകവലി. അത് തീർച്ചയായിട്ടും ത്യജിക്കേണ്ടത് ആവശ്യമാണ്. പക്ഷേ ജീവിത വിജയത്തിന് അത് മാത്രം പോരാ. നീട്ടിവെക്കുന്ന സ്വഭാവം, അല്ലെങ്കിൽ സമയം പാഴാക്കുന്ന സ്വഭാവം, അങ്ങനെ ഒരുപാട് ദുസ്വഭാവങ്ങൾ, അങ്ങനെയുള്ള നീട്ടിവെക്ക് നിങ്ങളുടെ ജീവിതത്തിന് വിഘാതമായി നിൽക്കുന്ന ഒരുപാട് സ്വഭാവങ്ങളെ ജീവിതത്തിൽ നിന്ന് മാറ്റേണ്ടത് ആവശ്യമാണ്. അതിനോട് ബന്ധപ്പെട്ട മറ്റൊരു കാര്യമാണ്, എന്നാൽ ഈ സ്വഭാവത്തെ കളയുന്നതിനേക്കാൾ പ്രയാസമുള്ള മറ്റൊരു കാര്യമാണ് പുതിയ സ്വഭാവങ്ങൾ ആർജിക്കുന്നത്. പുതിയ സ്വഭാവങ്ങൾ ആർജിക്കാൻ നിറയെ പേർക്ക് താല്പര്യമില്ല. പുതിയ സ്വഭാവങ്ങൾ, ഹാബിറ്റ്സ് എന്ന് നമ്മൾ പറയുമല്ലോ, അത് ജീവിതത്തിൽ ഉണ്ടായാൽ മാത്രമേ, കാരണം പുതിയ സ്വഭാവങ്ങൾ ആർജിക്കണമെങ്കിൽ നിങ്ങൾ അതിനുവേണ്ടി മെനക്കെടണം, സമയം ചിലവഴിക്കണം. അതിനുവേണ്ടി പുതിയ കോഴ്സുകൾ പഠിക്കേണ്ടി വരും, പുതിയ ആൾക്കാരോട് ചോദിക്കേണ്ടി വരും, കുറേ സമയം ഉപയോഗിക്കേണ്ടി വരും. അതൊക്കെ ഒരുപാട് പേർക്ക് പ്രയാസമാണ്. സമയം നിങ്ങൾ ത്യജിക്കുവാനായിട്ട്, ഈ കാര്യങ്ങൾക്ക് വേണ്ടി ത്യജിക്കുവാനായി തയ്യാറാകണം. മറ്റൊരു ത്യാഗമെന്ന് പറയുന്നത് നിങ്ങളുടെ ശരീരത്തിന് വേണ്ടിയാണ്. നല്ല ആരോഗ്യമുള്ള ശരീരത്തിന് മാത്രമേ ആരോഗ്യമുള്ള ഒരു മനസ്സ് ഉണ്ടായിരിക്കുകയുള്ളൂ. ആരോഗ്യമുള്ളൊരു മനസ്സുണ്ടായിരുന്നാൽ മാത്രമേ ജീവിതത്തിൽ വിജയിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി വർക്കൗട്ട് ചെയ്യണം. വ്യായാമം ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. അതിന് നിങ്ങൾ കഷ്ടപ്പെടേണ്ടി വരും, കുറേ കാര്യങ്ങൾ നിങ്ങൾ ത്യജിക്കേണ്ടി വരും. അടുത്ത കാര്യമെന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ ചില വിവരങ്ങൾ നിങ്ങൾ നേടേണ്ടി വരും. കാരണം നിങ്ങൾ പുതിയ മേഖലയിൽ, അല്ലെങ്കിൽ നിങ്ങളായിരിക്കുന്ന മേഖലയിൽ കൂടുതൽ എക്സ്പെർട്ട് ആവണമെങ്കിൽ, കൂടുതൽ കഴിവുറ്റയാളാകണമെങ്കിൽ, മറ്റേ ആളുകളെക്കാൾ ഉപരിയായി നിങ്ങൾ വളരണമെങ്കിൽ, ജീവിത വിജയത്തിൽ അതിൽ കൂടെ നിങ്ങൾക്ക് നേടണമെങ്കിൽ പുതിയ വിവരങ്ങൾ നിങ്ങൾ തേടേണ്ടി വരും. അതിനുവേണ്ടി ഒരുപാട് നിങ്ങൾ മെനക്കെടേണ്ടി വരും. അതിനോട് ബന്ധപ്പെട്ട മറ്റൊരു കാര്യം, പുതിയ വിവരങ്ങൾ തേടുന്നതിന് മുൻപ് പഴയ ആശയങ്ങൾ, ചിന്തകൾ, ശൈലികൾ, പ്രവർത്തനങ്ങൾ നിങ്ങൾ വിടേണ്ടി വരും. നിറയെ പേർക്ക് അത് പ്രയാസമാണ്. കാരണം അവർ ജീവിച്ചു വന്ന ശൈലികൾ, ജീവിച്ചു വന്ന രീതികൾ, സ്വഭാവങ്ങൾ, പ്രവർത്തനങ്ങൾ, അതൊക്കെ മാറ്റാനായിട്ട്, കാരണം ഇത്രയും വർഷമായിട്ട് ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് ഒട്ടിപ്പിടിച്ച് നിൽക്കുകയാണ്. നമ്മുടെ ശരീരത്തോട്, ജീവിതത്തോട് നമ്മളറിയാതെ തന്നെ നമ്മൾ ഒട്ടിപ്പിടിച്ച് നിൽക്കുകയാണ്. നമുക്ക് ആ രീതിയിലാണ് ജീവിച്ച് പരിചയമുള്ളൂ. പക്ഷേ അതൊക്കെ മാറ്റിയാൽ മാത്രമേ, അതൊക്കെ ത്യജിക്കുവാൻ തയ്യാറായാൽ മാത്രമേ പുതിയ വിവരങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് വരികയുള്ളൂ. ഏറ്റവും അവസാനം, എന്നാൽ ഏറ്റവും പ്രയാസമുള്ള ത്യജിക്കൽ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. നമ്മളുടെ വളർച്ചയിൽ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, നമ്മുടെ വളർച്ച കൂടുമ്പോഴേക്കും നമ്മളോട് ചേർന്ന് നിൽക്കുന്ന കുറേ പേർ, എല്ലാവരുമല്ല, കുറേ പേർ അങ്ങ് തുഴിഞ്ഞു പോകാൻ തുടങ്ങും. നമുക്ക് വളരെ പ്രയാസമായിരിക്കും. നമ്മുടെ പ്രിയപ്പെട്ടവരെന്ന് കരുതിയ, ഏറ്റവും അടുത്തവരെന്ന് കരുതിയ കുറേ ആൾക്കാർ നമ്മളെ വിട്ടുപോകും. കാരണം നമ്മുടെ വളർച്ച അവർക്ക് താങ്ങാനോ അതിനെ ഉൾക്കൊണ്ട് ജീവിക്കാനോ അവർക്ക് സാധിക്കാതെ പോകും. അപ്പോൾ അവർ നമ്മളെ വിട്ടുപോകും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ വിട്ടുപോകുമ്പോൾ അത് താങ്ങാനുള്ള,
ആ ത്യാഗം മനസ്ഥിതി നമുക്ക് തീർച്ചയായും ഉണ്ടായേ പറ്റും. ചില ആൾക്കാർ ആ ഭാഗത്തെത്തുമ്പോൾ മറ്റു കാര്യങ്ങളൊക്കെ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് പോകും. പക്ഷേ ആൾക്കാർ നമ്മൾ വിട്ടു പോകുമ്പോൾ നമുക്ക് ഒരുപാട് പ്രയാസം തോന്നും. ഒരിക്കലും പ്രയാസപ്പെടേണ്ട ആവശ്യമില്ല. കാരണം ജീവിതത്തിൻ്റെ വളർച്ചയിൽ അങ്ങനെയുള്ള ഒരു കാര്യം സംഭവിക്കും. ഒരുപാട് പേർ നമ്മളെ തള്ളിക്കളയുവാനായിട്ട്, നമ്മളെ ത്യജിക്കുവാനായിട്ട് സാധ്യതയുണ്ട്. ഈ ത്യാഗങ്ങൾ ജീവിതത്തിൽ നമ്മൾ ഏറ്റെടുക്കുവാൻ തയ്യാറായാൽ, ഈ ത്യജിക്കലുകൾ നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകുമെങ്കിൽ തീർച്ചയായിട്ടും ജീവിതത്തിൽ വളർച്ചയുണ്ടാകും, വിജയമുണ്ടാകും, നന്മയുണ്ടാകും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾക്ക് എഴുതുക. മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.